ഒന്നെടുക്കുക ഞാൻ പോട്ടെ അവിടെ മേലെ വീട്ടിൽ കാണുമ്പോൾ രാവിലെ പണിക്കിറങ്ങി ഒന്ന് പോയി നോക്കാം. ശ്യാമളമ്മ രാവിലെ പോകും കേട്ടോ. ആ ഇതങ്ങനല്ല, ശരിക്കും ബായി വിടണം. എങ്ങനെയാ ബായിക വലിച്ചിട്. നിക്ക് ഞാൻ ഇട്ട് തരാം. നിക്ക് അവിടെ നിക്ക കുഞ്ഞേ, അവിടെ നിക്ക. നീ പറഞ്ഞാലെന്തുവാ കേക്കാത്തേ? ഒന്ന് പിടിച്ചേ. അമ്മയും വരുന്നുണ്ട് തുണി അലക്കാൻ. അമ്മ വീണ്ടും പഴയ പണി തുടങ്ങി. അപ്പം ഞാൻ വളരെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അലക്കാൻ പോവാം. ഇവിടെ മുണ്ടക്കേ മാറ്റി വീണ്ടും അലക്ക തുടങ്ങി. എന്നെ എടുക്കാൻ ആരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയുവാണ്, ഞാൻ അലക്കാൻ പോവാണ്. അലക്കുന്ന അതിങ്ങനെ എടുത്തേമ്പോൾ എൻ്റെ സംഭവങ്ങൾ, എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തേക്ക്. ഇത് അതിൻ്റെ വേറെ കൂടില്ലേ, ഇത് കൂടും കൊണ്ട് അതിൻ്റെ ഫോൺ കൊടുത്തേക്കാവോ? ഞാണ്ടിരിക്കുന്നു. ആ എയർ ഫ്രയറിൻ്റെ അടുത്ത്. ആ നാരായണി വരുന്നുണ്ടോ? നാരായണി പോകാൻ പറഞ്ഞിട്ട് കുറെ നേരമായി കേട്ടോ. വരുന്നുണ്ടെങ്കിൽ ഒന്ന് വരാമോ? മോമ്പൊക്കൊടി അങ്ങോട്ട്. എന്നിട്ട് സ്വന്തമായിട്ട് എടുക്കുവോ? താഴേന്ന് ഞാൻ എടുക്കുന്നില്ല. ഞാൻ ക്യാമറയും കൊണ്ടല്ലല്ലോ തുണി അലക്കാൻ പോന്നേ. അതല്ലല്ലോ എൻ്റെ പണി. എടി പോകാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? ആ ഓക്കെ, എന്നാ ശരി, ഞാൻ പോവാണമ്മേ. പാടാ പോകാം, പാ മുന്നോട്ട് പോക്കോ. ആ ചേച്ചി പിന്നെ വന്നോളൂ, നീ പോ മുന്നോട്ട്. ബായ്. ഓടാ ഉണ്ടടാ. പിന്നെ ആണോ? ശ്യാമളാമ്മയൊക്കെ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ കയറിയ അതെ അതെ അതെ. വളരെ സന്തോഷം കേട്ടോ. കൊച്ചിനെ കാണണമെന്ന് ഒത്തിരി ശ്യാമളാമ്മ കുടുംബത്തിനേക്കില്ലേ, ഞങ്ങളെല്ലാ വീഡിയോയും കാണുന്നുണ്ട്.
വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് വരത്തില്ലായിരിക്കും ഇനി ഇങ്ങോട്ട്. വെള്ളം കഴിക്കാൻ പറ്റുമോ? തൂട്ടി പോകുന്നുണ്ടപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ഇത്ര ബുദ്ധിമുട്ട് പറയാതിരിക്കും. കണ്ടിട്ടില്ലേ ഇവിടെ വേണം വെള്ളത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം മോളെ. അതാ പറ്റത്തില്ലല്ലോ. ഓ എന്നാ തീരുമാനം ഉണ്ടാക്കാനാ? ജയമുണ്ടല്ലോ ഇവിടെ തോട്ടിലൊക്കെ പോകാൻ. പിന്നെ എന്ത് വെള്ളം ഇത് കിണറ്റിലേയും കൂടെ തീർന്നു കഴിയുമ്പോൾ ആലോചിക്കും. നാടൻ വെള്ളം പിന്നെ പൈപ്പ് വെള്ളം വരാതെ ഇപ്പോൾ വന്നപ്പോഴത്തേന് പൈസ മുടക്കണ്ടേ? 10 രൂപ വേണ്ടേ? 10 രൂപ വേണം. പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് അമ്മ ചുരിദാർ എടുത്ത് വെച്ചില്ലേ? അങ്ങോട്ടൊക്കെ പോയി ഒറ്റൊരു സാരി എടുത്താണോ പോന്നേ? അമ്മായിയുടെ അടുത്തൊക്കെ പോന്നേ? അമ്മായിയുടെ അടുത്ത് പോകണം. അവിടെ ഒരു വേറെ സാരി എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ആ പശ മേടിച്ചോണ്ട് പശ ഒന്ന് മുക്കിയാൽ മതി. എനിക്ക് അതിൻ്റെ നീരെ കൊണ്ട് വെച്ചിട്ട് പിന്നെ മെറ്റേനൊരു ഇതെടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഒരു ടോപ്പ് ഏനാ ആ നീലയില്ല ആദ്യം എടുത്തതിൻ്റെ അത് ഇങ്ങനെ കിടക്കണം. അത് എനിക്ക് പറ്റത്തില്ല. തീരെ അങ്ങ് ഇതാ. ടോപ്പ് എല്ലാം എടുക്കണം. അല്ല ടോപ്പ് എടുക്കണം. അതിൻ്റെ പാൻ്റ് ഉണ്ടല്ലോ, ടോപ്പായിട്ട് മാത്രം മതി. പാൻറ്റും ഷൂവും നല്ല ഷൂവല്ലേ ഇട്ടുകൊണ്ട് പോകാനുള്ള. ചുരിദാറിട്ടുണ്ട് പോന്നാ നല്ലത്. സാരി എടുത്തോണ്ട് പോകേണ്ട ആവശ്യമില്ല. സാരി ഒരു സാരി കല്യാണം എടുക്കുന്ന ഒരു സാരി കൂടെ ഉണ്ട്. ഇപ്പം എന്നെ ഡാൻസ് കളിക്കണം. അവിടെ സാരി ഉള്ളു എടുത്ത് മാല തുറക്കടി മോനെ. ഓ തുറക്കാനുള്ള ആവത് പോലും ഇല്ല പാപം. ആരാ? ഒന്നല്ലേ. പിന്നെ അതെനിക്ക് ഞാൻ പറയല്ലേ, അപ്പോൾ ജച്ചാൻ്റെ അടുത്ത് പോയി നിൽക്കും ഇപ്പോൾ തൽക്കാലം. ജച്ചാൻ്റെ കയ്യിൽ നോക്ക്. ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ പ്രവീണനാണേലും എനിക്കാണെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആ പോരാ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ വരിക. ഷാംപൂയ്ക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇഷ്ടമായിരിക്കും. ആ 2 വള്ളിയിലിടത്. എന്നോട് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ചോദിച്ചു തിരിച്ചു വരുമ്പോൾ അമ്മ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇല്ലെന്ന് പറഞ്ഞു. എപ്പോഴാണ് വരുന്നത്? ഞാൻ പറഞ്ഞു കുറേ ദിവസം കഴിയുമെന്ന് പറഞ്ഞു. എന്തിനാ? അമ്മ വരണോ? നാളെ തന്നെ മാറുവാണോ? എൻ്റെ പൊന്നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഒരു 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങ്. എന്നാ ഇത്? അങ്ങനെ എല്ലാവരും പോയി. പിള്ളേർ സ്കൂളിലും പോയി, ചേട്ടാ ജോലിക്കും പോയി. ജയ മാത്രം. ഇപ്പം ജയ എന്താ ചെയ്യുക? ഒരു 2 ദോശ ഇന്നോട്ടെ. സമയം എത്രയായി? 10:20. എന്നാ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണോ?
കിൻഡർ ജോയ് പിന്നെ കഴിച്ചോ? പിന്നെ എങ്ങനെ സൈഡിൽ കിൻഡർ ജോയുടെ ഇത് കിടക്കുന്നേ? ഇത് തന്നെ നേരത്തെ ഇന്ന് സമയമായില്ലോ. നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. വന്നാ കഴിക്കാം. ഓ, നിർബന്ധിക്കുന്നൊന്നുമില്ല. ആന്റി വിളിച്ചിരുന്നോടാ? സമയം എത്രയായി? 4:18 ആയതുള്ളൂ. 4:18. പട്ടി എന്താ ഇതിനെ കണ്ടിട്ടാണോ കൊലച്ചേ? എന്നാ പിന്നെ അഴിച്ചു വിടണ്ടേ? അതിന് അഴിച്ചു വിട്ടില്ലടി. പോടാ, അല്ല പോടി. ഓ ഷോ, പഴം എടുത്തടി. പൂട്ടിട്ടേക്കേ കേട്ടോ. എന്റെ പറ്റുവാണോ നോക്കാം. പറ്റുവാണെങ്കിൽ എല്ലാം പൂട്ടിട്ടേക്കാം. വരണ്ടേ? ഞാൻ നോക്കട്ടെ. എടുത്തിട്ട് കിട്ടുന്നില്ല. പോടാ. കുഞ്ഞിനെ വീട്ടു. താഴത്തെ വീട്ടിലെ മിനിച്ചേച്ചി ഒരു കുഞ്ഞ് ചക്ക തന്നു, ചെറിയ പീസ്. എന്നാൽ പിന്നെ അതങ്ങ് കറി വെച്ചേക്കാമെന്ന് വെച്ചു. രാവിലത്തെ കടലക്കറിയാണ് ഉണ്ടായിരുന്നത്, അതിപ്പം തീരാറായി. എന്നാൽ പിന്നെ വൈകിട്ടത്തെ ചോറിന് കറിയായിട്ട് ചക്ക തോരൻ. എന്നാ ചക്ക വന്ന് വെച്ചു. പ്രാവശ്യം കിട്ടിയ ആദ്യത്തെ ചക്ക കേട്ടോ. വർക്ക് കഴിഞ്ഞപ്പം ഏതാണ്ട് 5-5:45 6 മണി. വർക്ക് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ 6 മണിയായി. 6:10 കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഇങ്ങോട്ട് പോകുന്നു. നേരെ വീട്ടിലോട്ട് പോകുന്നെങ്കിൽ ബസ്സിൽ കയറി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പിന്നെയും പോകണം. കുറച്ച് ദൂരമുണ്ട്. ഒരു വീട്ടിൽ നിന്ന് 1 മണിക്കൂർ മിച്ചമുണ്ട് സ്ഥലത്തോട്ട്.
അതെ അതെ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പണിയായതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. ഈ ഭിത്തി വെട്ടുന്നതും അതിങ്ങനെ കുത്തിക്കളയുന്നതൊക്കെ പരിപാടിയായിരുന്നു. ഇച്ചിരി നല്ല പണിയുണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കത്തില്ല. പിന്നെ ആ ഒരു കാര്യം നമ്മൾ കുറേ നാളായിട്ട് അങ്ങനെ വലിയ പണിയൊന്നും ചെയ്യാതിരുന്നിട്ടൊക്കെ പോകുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി പാടുണ്ട്. അത് 2-3 ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കും. എന്തായാലും തുടർന്ന് പോകാൻ തന്നെയാണ് പ്ലാന്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അതായിരിക്കുന്നു. എന്നാ പറയാനാ, പുതിയൊരു പണി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പം കുറച്ച് ദിവസം ഇച്ചിരി പാടായിരിക്കും. അത് കഴിയുമ്പോൾ അതുമായിട്ട് സെറ്റാവും. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ പണിക്ക് പോകാൻ തന്നെ എന്ന് വിചാരിച്ചിരിക്കുക. ഇനി ശാമ്പുവിനെ കൊണ്ടുവരികയൊക്കെ ചെയ്തോളുമായിരിക്കും. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ എന്നാ സെറ്റപ്പ് മനസ്സിലാക്കുള്ളൂ. ചക്കത്തോരൻ റെഡിയായി. കുറച്ചടിക്ക് പിടിച്ചായിരുന്നു. കുഴപ്പമില്ലെന്ന് തോന്നും. ഇച്ചിരി എരിവ് കൂടുതലുണ്ടോ എന്നൊരു സംശയം. സാരമില്ല. ശാംഭവി, ചക്കത്തോരൻ എങ്ങനുണ്ട്? ഇപ്പം ചോറല്ല കഴിക്കുന്നത്, കഴിക്കിപ്പം കേട്ടോ. ചുമ്മാ മാറിന്നേടാ, ഇങ്ങോട്ട് വാ, ഇവിടെ കഴിക്കട്ടാ. ദോശക്ക് ഇന്ന് രാവിലെ കടലയല്ലായിരുന്നോ? അത് തീർന്നു. സാരമുണ്ട്. ആദ്യം ഇപ്പൊ ചോറുണ്ടേ, അല്ല ഞാനിപ്പോ തരും 2 എണ്ണം. ഭയങ്കര നിർബന്ധമായിരുന്നല്ലോ വേണമെന്ന്. അവള് വരട്ടെ, ആദ്യം അതിനകത്ത് നമ്മൾ വരട്ടെ കേട്ടോ. നീ പോയി കഴിക്കും. അപ്പൊ വരുമ്പോ അപ്പ ഒഴിച്ചത് ഞാൻ കണ്ടറിയും. അറിയില്ല. ഒക്കെ ചക്ക കഴിച്ചിട്ട് എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ ആദ്യം ഉണ്ടാക്കി ചക്ക. ആദ്യമായിട്ടല്ല, ഈ വർഷം ആദ്യം. ആദ്യം നീ ചോറുണ്ണ, എന്നിട്ടല്ലേ അടുത്ത കാര്യം. സിംബ പോയേ കഴിച്ചോണ്ടിരിക്കുമ്പോ എന്നാലും കുഴപ്പമുണ്ടോ ചക്കയ്ക്ക്? ഉള്ള പറഞ്ഞാൽ നല്ല കുഴപ്പമുണ്ടോ? കുറച്ചുമ്പോ അങ്ങനല്ലോ, സൂപ്പർ നല്ല പറഞ്ഞേ. എരിവുള്ള വേറെ പ്രശ്നം വല്ലതും ഉണ്ടോ? എരിവാണോ? എരിവല്ലേ ഉള്ളൂ. കുറച്ചെല്ലാം ഉണ്ടായിക്കോളാം, കൊണ്ട് രക്ഷപ്പെട്ടു. ഒത്തിരി ഉണ്ടായിരുന്ന മാങ്ങ തൂത്ത് വാരി കഴിച്ചോളാന്നോ? ഓ ചോറോ? ഏത് മുണ്ടക്കൻ ഇവിടെ എൻ്റെ പോലത്തെ വീടാണോ? പുതിയൊരു അറിവാണല്ലോ. ആര് ആരലമ്പ് എന്തേറ്റില്? ശാംഭവി ലിപ്സ്റ്റിക് എടുത്ത് എന്തേറ്റില്? അതും കൂടെ എന്നാ ഇനി കൊണ്ടുപോകുന്നില്ല, അലമ്പായം കൊണ്ട്. ഇതൊക്കെ കാണിക്കാതിരിക്കുവായിരുന്നോ? കൊണ്ടുപോകായിരുന്നല്ലോ. ചെരുപ്പ് കൊച്ചച്ഛന്റെ ഷൂ നക്കി. ഇതിന്റെ മറ്റേ കാലാപ്പാനിക്കകത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഷൂ നക്കുന്നേ.
കേട്ടോ ഈ വേസ്റ്റ് മാസം മതി കേട്ടോ. അമ്മ ചോറ് എടുക്ക്. അപ്പൊ ചോറുണ്ടോ? നല്ല നല്ല മാങ്ങാച്ചാറുണ്ട്, ചക്കത്തോനുണ്ട്, ഇന്നത്തെ കളിക്കറി വരിക്കായി നല്ല മാങ്ങാച്ചാറ്. ഇന്നിവിടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റല്ലേ കാണാം. പൊങ്ങിയാലേ കാണത്തുള്ളൂ. ഇടയിൽ കൂടെ പിടിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് എങ്ങനെ കാണാനാ?